ഇതൊരു ഓപ്പൺ സ്കിൽ സർജറി എന്ന് പറയുന്നത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഒരു റിക്കവറി പീരീഡ് എന്താണ്? തലച്ചോറ് പഴയ പോലെ ആവാൻ, ജീവിതം പഴയ പോലെ ആവാൻ എത്ര കാലം പിടിക്കും? തലച്ചോറ് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് തിരിച്ച് അത് ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്ത് വരുമ്പോഴത്തേക്ക് ആ ഒരു 24 hours കഴിയുമ്പോൾ തന്നെ രോഗി ഏതാണ്ട് നോർമൽ അവസ്ഥയിലേക്ക് എത്തും. പല അഡൾട്ടായിട്ടുള്ള നല്ല യങ് ആയിട്ടുള്ള പേഷ്യൻ്റ്, ഹെൽത്തി ആയിട്ടുള്ള പേഷ്യൻ്റാണ്. കുട്ടികൾ കൂടുതൽ സമയം എടുക്കും. പക്ഷേ ഒരു 4-5 ദിവസം 5 ദിവസം ഇവർ ഡിസ്ചാർജ് ആവും. പിന്നെ ജനറലി മെജോറിറ്റി ഓഫ് ആൾക്കാരും വേറെ സർജിക്കൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തവരെല്ലാം 4-5, അല്ലാതെ ഇൻഫെക്ഷനോ അല്ല പനിയോ ഒന്നും ഇല്ലാത്തവരെല്ലാം 4 ദിവസം 5 ദിവസം ആകുമ്പോൾ തന്നെ ഡിസ്ചാർജ് ആവും. എന്നിട്ടൊരു 2 ആഴ്ച മുതൽ 1 മാസം കൊണ്ട് തന്നെ പരിപൂർണമായിട്ടുള്ള നോർമൽ അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അത്രയ്ക്ക് മാത്രമല്ല, ചിലർക്ക് പേടി മുടി എടുക്കുമെന്നൊക്കെ, ആ ഒരു പാർട്ടിലേക്കുള്ള മുടി മാത്രമേ ചെറുതായിട്ട് ഷേവ് ചെയ്യുന്നുള്ളൂ. അത് 1-2 ആഴ്ചക്കുള്ളിൽ അത് നോർമലാവും. ഞാൻ പറഞ്ഞില്ലേ, അത് ഇതിൻ്റെ ഒരു സ്കാറോ അതിൻ്റെ ഒരു പോറൽ പോലും ഇല്ലാത്ത പോലെ അവർ തിരിച്ചു വരും, നോർമലാവും. സർജറി കഴിഞ്ഞ ശേഷം എത്ര കാലത്തേക്കാണ് കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കേണ്ടി വരിക? അതിന് ഒരു കാര്യം വെച്ചാൽ, ഇപ്പോൾ തലച്ചോറിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ ഉടനെ മരുന്ന് നിർത്താമോ എന്നുള്ള രീതിയിലായിരിക്കും പലരും അത് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കിയ പ്രഥമ ഉദ്ദേശം, അപ്പോൾ അപസ്മാര ശസ്ത്രക്രിയയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അപസ്മാരം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പം അപസ്മാരം ശസ്ത്രക്രിയ കഴിഞ്ഞ ഉടനെ തന്നെ ഇല്ലാതാവുന്നു. ഈ പറഞ്ഞ അപസ്മാരത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുന്ന രോഗികളെല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് അപസ്മാരം ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് റിസൾട്ട്. രണ്ടാമത്തെ ഒരു അഡീഷണൽ ബൈ പ്രൊഡക്റ്റാണ് ഈ മരുന്നുകൾ കുറഞ്ഞുകൊണ്ടുവരുന്നത്. അപ്പോൾ മരുന്നുകൾ നമ്മൾ 3 മാസം മുതൽ 2 വർഷം വരെയാണ് ഈ അപസ്മാരത്തിൻ്റെ മരുന്നുകൾ ക്രമേണ കുറച്ച് കൊണ്ടുവരുന്ന ഒരു കാലാവധി. ഒരുപാട് കാലമായിട്ട് ശസ്ത്രക്രിയ ചെയ്തതിന് മുമ്പ് ഒരുപാട് കാലമായിട്ട് അപസ്മാരമുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പൂർണ്ണമായി മരുന്ന് നിർത്താൻ പറ്റില്ല. ചിലപ്പോൾ ഒരു മരുന്നോ ഒരു ചെറിയ ഡോസിൽ മരുന്ന് കഴിക്കേണ്ടി വരാം. അല്ലാത്ത ആൾക്കാർക്ക് മരുന്ന് പൂർണ്ണമായിട്ട് നിർത്താം. പക്ഷേ അത് വളരെ ക്രമേണ ചെയ്യുന്നത് വഴി പിന്നീട് അപ്പോൾ തിരിച്ചു വരുന്നതില്ലെന്ന് മാത്രമല്ല, വർഷങ്ങൾക്ക് ശേഷം അപസ്മാരം തിരിച്ചു വരാതിരിക്കാനുള്ള സാധ്യതയും കുറയും. നമ്മൾ ക്രമേണ മരുന്ന് കുറയ്ക്കുകയാണ്. അതുകൊണ്ടാണ് കുറച്ചു കാലം മരുന്ന് വെക്കുന്നത്.